വെൽക്കം ബാക്ക് ടു Xylem Learning. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 MCQs നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യമാണ്, വിച്ച് ലോ ഇസ് റിലേറ്റഡ് ടു ഇനേഷ്യ? ഇനേഷ്യയുമായി ബന്ധപ്പെട്ട ലോ ഏതാണ്? ലോ എന്ന് പറയുമ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ 3 ലോസ് ആണ് പഠിക്കുന്നത് അല്ലെ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഇതിൽ ഏതാണ് ഇനേഷ്യയുമായി ബന്ധപ്പെട്ടതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലോട്ട് പോവാം. ഏതാണ്? നമുക്കറിയാം, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഇസ് റിലേറ്റഡ് ടു ഇനേഷ്യ അല്ലെ. ഫസ്റ്റ് ലോ ആണ് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതേ സംഭവം തന്നെയാണ് ഇനേഷ്യ എന്ന് പറയുന്നത് അല്ലെ. ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആണ് ഇനേഷ്യ എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ടും കൂടെ റിലേറ്റ് ചെയ്യുമ്പോൾ സെയിം ആയിട്ട് തോന്നും അല്ലെ. സോ വി ക്യാൻ സീ ദാറ്റ് ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. A man throws a ball weighing 20 kg vertically upward with a speed of 10 meter by second. ഒരാള് ഒരു ബോളിനെ മുകളിലേക്ക് എറിയാണ് അല്ലെ. ആ ബോളിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന് 20 കിലോ മാസ് ഉണ്ട്. അതിന് മുകളിലേക്ക് എറിയുന്നു വിത്ത് എ സ്പീഡ് ഓഫ് 10 meter by second എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ഇറ്റ്സ് മൊമെന്റം അറ്റ് ദി ഹൈയസ്റ്റ് പോയിന്റ്. ഇത് നമ്മൾ എറിയുമ്പോൾ ഇത് മാക്സിമം ഹൈറ്റിലോട്ട് പോകും അല്ലെ. അപ്പൊ ആ മാക്സിമം ഹൈറ്റിലുള്ള അതിന്റെ മൊമെന്റം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസിയാണ്. നമുക്ക് എങ്ങനെയാ മൊമെന്റം കണ്ടുപിടിക്കാന്ന് അറിയാം. അതിന് മുന്നേ തന്നിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്തെഴുതാം അല്ലെ. സോ മാസ് തന്നിട്ടുണ്ട്. എം എസ് ഈക്വൽ ടു എത്രയാണ്? എം എസ് ഈക്വൽ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? എം എസ് ഈക്വൽ ടു എത്രയാണ്? 20 കിലോഗ്രാം ആണ്. നെക്സ്റ്റ് അതിന്റെ സ്പീഡ്, വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. v is equal to 10 meter by second തന്നിട്ടുണ്ട് അല്ലെ. ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് മൊമെന്റം? വളരെ ഈസിയാണ്. മൊമെന്റം അല്ലെ, മൊമെന്റം p is equal to m into v ആണ്. എല്ലാം ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ മൊമെന്റം കണ്ടുപിടിക്കാം? നമ്മൾ പല കുട്ടികൾ എന്ത് ചെയ്യും, മൊമെന്റം is equal to 20 into 10 എന്ന് നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. മക്കളെ, നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ മൊമെന്റം അറ്റ് ദി ഹൈയസ്റ്റ് പോയിന്റ്. ഇത് നമ്മൾ എറിയുമ്പോഴുള്ള വെലോസിറ്റി ആണ് 10 meter by second തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോഴുള്ള മൊമെന്റം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലോജിക്കലി മനസ്സിലാക്കണം, ഒരു ബോളിനെ എറിയുമ്പോഴുള്ള വെലോസിറ്റി ആയിരിക്കില്ല, അത് മുകളിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹയസ്റ്റ് പോയിന്റ് ആണ്. ഹയസ്റ്റ് പോയിന്റ് പ്രത്യേകത നിങ്ങളൊന്ന് നോക്കണം. ഞാനൊരു ബോളിനെ ഇതുപോലെ എറിയാണ്. അതിന് പറ്റുന്ന മാക്സിമം ഹൈറ്റിലോട്ട് അത് പോയിട്ട് അത് ഒരു സ്പാൻ ഓഫ് സെക്കൻഡിൽ അത് സ്റ്റക്കായിട്ട് താഴേക്ക് വരികയാണ്. അപ്പൊ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റിൽ അത് സ്റ്റക്ക് ആവുന്നു. ദാറ്റ് മീൻസ് അത് മൂവ് ചെയ്യുന്നില്ല. അതിനർത്ഥം അതിന്റെ വെലോസിറ്റി അവിടെ 0 ആവുകയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ദ വെലോസിറ്റി ബിക്കംസ് 0. So we can calculate momentum. P is equal to m into v. അല്ലെ, that is 20 into 0. That becomes 0 is the answer. Option D ആണ് correct answer ആയിട്ട് വരിക. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ അല്ലെ. നമുക്ക് ആൻസർ അറിഞ്ഞാലും തെറ്റിപ്പോകുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട് അല്ലെ. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൊമെന്റം ഓഫ് എ ബോഡി ഓഫ് മാസ് 0.5 kilogram moving with a speed of 10 meter by second. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒരു LKG ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മൊമെന്റത്തിന്റെ ഇക്വേഷൻ അറിയെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. P is equal to m into v ആണ്. മാസ് നമുക്ക് തന്നിട്ടുണ്ട്. m is equal to 0.5 kilogram, ഹാഫ് കിലോ ആണ് അല്ലെ, ഹാഫ് ആണ്. ആൻഡ് v തന്നിട്ടുണ്ട് 10 meter by second ആണ്. വളരെ സിമ്പിൾ അല്ലെ. എന്ത് ചെയ്താൽ മതി? P is equal to 0.5 into 10 അല്ലെ. 0.5 എന്ന് ഉദ്ദേശിച്ചത് ഹാഫ് into 10. 10ന്റെ ഹാഫ് എടുക്കുക. എത്രയാണ്? 5. സോ 5 കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആൻസർ നമുക്കറിയാം, പക്ഷേ മൊമെന്റത്തിന്റെ യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് ആണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്. ശ്രദ്ധിക്കുക. Next question. An object of mass 100 kilogram is accelerated uniformly from a velocity of 4 meter by second ൽ നിന്നും 8 meter by second ആവുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി u തന്നിട്ടുണ്ട്. 4 meter by second ആണ്. ഫൈനൽ വെലോസിറ്റി v ആണ് നമ്മൾ കൊടുക്കുക അല്ലെ. v is equal to 8 meter by second നമുക്ക് തന്നിട്ടുണ്ട്. അതിനെടുത്തിരിക്കുന്ന സമയം നമുക്ക് തന്നിട്ടുണ്ട്. ടൈം is equal to 2 second. ആൻഡ് നമ്മളുടെ മാസ് m is equal to 100 kilogram എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഒക്കെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ഇനീഷ്യൽ momentum and the final momentum of that object.
എങ്ങനെയാ ഇനീഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കുക? മൊമെന്റം എങ്ങനെയാ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻടു വെലോസിറ്റി. സോ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇനീഷ്യൽ മാസ് ഇൻടു ഇനീഷ്യൽ വെലോസിറ്റി എന്ന് ചെയ്യണോ? നമുക്കറിയാം മാസ് ഒരിക്കലും മാറൂല. മാസിന് ഒരിക്കലും ഇനീഷ്യൽ ഫൈനൽ ഒന്നും ഉണ്ടാവില്ല. മാസ് ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ മാസിന് നമുക്ക് എം എന്ന് തന്നെ കൊടുക്കാം. ആൻഡ് നമ്മുടെ വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട് അല്ലെ? ഇനീഷ്യലി വേറെ വെലോസിറ്റി ആയിരുന്നു, ഫൈനലി വേറെ വെലോസിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കുമ്പോൾ മാസ് ഇൻടു ഇനീഷ്യൽ വെലോസിറ്റി ചെയ്യണം. ദാറ്റ് ഈസ് എം ഇൻടു യു. അപ്പൊ എത്ര വരും? M എത്രയാണ്? 100 into U, that is 4. So we got 400 kilogram meter by second. നമുക്ക് ആൻസർ കിട്ടും അല്ലെ? നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫൈനൽ മൊമെന്റം എങ്ങനെയാ കണ്ടുപിടിക്കുക? M into V, മാസ് into ഫൈനൽ വെലോസിറ്റി. അപ്പോൾ 100 into 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 800 kilogram meter by second. So here we have option A as the right answer. Okay, next question lotu pom. A fielder pulls his hands backward after catching the cricket ball. This enables a fielder to എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്രിക്കറ്റ് ഒക്കെ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെ എന്ത് ചെയ്യും? അവർ നേരിട്ട് ഇങ്ങനെ പിടിക്കലല്ല ചെയ്യുക. ബോൾ ഇങ്ങനെ ദൂരെ നിന്ന് വരുമ്പോൾ ഭയങ്കര ഫോഴ്സിൽ ഭയങ്കര സ്പീഡിലാണ് നമ്മുടെ ബോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിട്ട് പിടിക്കല്ല ചെയ്യുക. നമ്മൾ പിടിച്ചതിന് ശേഷം കൈ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് വലിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ് അല്ലെ? അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. To exert larger force on the ball. അതിന് വേണ്ടിയിട്ടാണോ? ഫോഴ്സിൽ ലാർജർ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനാണോ? ആണോ? നെക്സ്റ്റ് നോക്കാം. ടു റെഡ്യൂസ് ദ ഫോഴ്സ് എക്സേർട്ട് ബൈ ദ ബാൾ. വെരി ഗുഡ് ആൻസർ അല്ലേ? ശരിയാണ്, അവിടെയുള്ള ഫോഴ്സ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഫോഴ്സിൽ വരികയാണെങ്കിൽ നമ്മുടെ കൈയിന്റെ തീരുമാനം ആവില്ലേ? ആകും. നമ്മൾ കൈയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണല്ലോ. ആ ഫോഴ്സ് കുറച്ച് ആ പെയിന് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ബാക്കിലേക്ക് വലിക്കുന്നത് അല്ലെ? ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ മാസ് ഓഫ് എ ബോഡി ഇസ് ഡബിൾഡ്, മാസ് നമ്മളെ ഡബിൾ ആക്കുന്നു. ഓക്കെ, ഇപ്പോൾ എം ഉള്ള മാസിന്റെ ബോഡി ഡബിൾ ആക്കുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് 2 into m ആക്കുന്നു. നെക്സ്റ്റ് തന്നിരിക്കുന്നത് വെലോസിറ്റി ബിക്കംസ് ഹാഫ്. അയാളുടെ വെലോസിറ്റി v ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? v/2 ആക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവരുത്, മൊമെന്റം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എങ്ങനെയാ മൊമെന്റം കണ്ടുപിടിക്കുക? മാസ് ഇൻടു വെലോസിറ്റി. ഇവിടെ മാസ് എത്രയാണ്? 2m ആണ്. വെലോസിറ്റി എത്രയാണ്? v/2. സോ 2 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും mv അല്ലെ? സെയിം വെലോസിറ്റി അല്ലെ? തുടക്കത്തിൽ എത്രയാണ്? mv അല്ലെ? p = mv ആണ് നമുക്കറിയാം. ചേഞ്ച് വരുത്തിയപ്പോഴും എന്തായി? അത് mv തന്നെയാണ്. സോ ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്, റിമെയിൻസ് സെയിം എന്ന് നമുക്ക് പറയാൻ പറ്റും. സെറ്റ് ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബാൾ has mass of 1 kilogram and a stone has mass of 4 kilogram. അപ്പൊ നമ്മുടെ കയ്യില് ഒരു ബാൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റോൺ ഉണ്ട് അല്ലെ? രണ്ട് സംഭവങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ബോളിന്റെ മാസ് 1 kilogram ആണ് ആൻഡ് സ്റ്റോണിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 4 kilogram ആണ് അല്ലെ? Arun wants to lift both the objects. Then lifting of which object will require more force എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഫോഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? m into a ആണ് അല്ലെ? m, അതായത് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് m എന്ന് പറയുന്നത്. മാസ് കൂടുതലാണെങ്കിൽ അയാളിന് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. മാസ് കുറവാണെങ്കിൽ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. ഇത് ലോജിക്കലി ചിന്തിച്ചാൽ അറിയാം. സോ ഏതിനാണ് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരിക? ഏതിനാണോ മാസ് കൂടുതൽ അയാൾക്കാണ് അല്ലെ? അപ്പൊ സ്റ്റോണിനാണ് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും നിങ്ങൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒന്ന് വായിച്ചു നോക്കണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എങ്ങനെയാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കണ്ടുപിടിക്കുക? അറിയോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ് റേറ്റ് ഓഫ് ചക്ക എന്ന് പറഞ്ഞാൽ ചക്ക ഡിവൈഡഡ് ബൈ ടൈം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. റേറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ടൈം. എന്തിനേയും ടൈമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ചക്ക എന്ന് നിങ്ങൾ എടുക്കല്ലേട്ടം വെറുതെ പറഞ്ഞതാണ്. മാങ്ങ ബൈ ടൈം, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് മാങ്ങ അല്ലെ? അപ്പൊ എക്സ് ബൈ ടി മീൻസ് റേറ്റ് ഓഫ് എക്സ്, വൈ ബൈ ടി റേറ്റ് ഓഫ് വൈ, z by t റേറ്റ് ഓഫ് z. അങ്ങനെ മനസ്സിലാക്കുക. ടൈമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ നമ്മൾക്ക് ചേഞ്ച് ഓഫ് മൊമെന്റം എഴുതാം. ചേഞ്ച് ഓഫ് മൊമെന്റം അതായത് മൊമെന്റം അല്ലെ? മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ആണ് ഉദ്ദേശിച്ചത്.
വാട്ട് ഈസ് മൊമെന്റ്? ഇതിന്റെ യൂണിറ്റ് എന്താ? മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ? നമുക്കറിയാം അത് എത്രയാണ്? കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് ആണ് അല്ലെ? കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ്. ഇനി എന്ത് ചെയ്യണം? വീണ്ടും അതിനെ ടൈമിന്റെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വരും? കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. താഴെ 2 s ഉണ്ട്. സോ വി ക്യാൻ സേ കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Okay, next question. According to third law of motion, action and reaction എന്തായിരിക്കും? ഒന്ന് വായിച്ചു നോക്കാം. Always on same body, always acts on different bodies in opposite direction അല്ലേ? നോക്കാം നമുക്ക്. Having same magnitude and direction. No, തെറ്റാണ് അല്ലെ? ഇത് തെറ്റാണ്. നെക്സ്റ്റ്, ആക്ട് ഓൺ either body to no. അതൊക്കെ തെറ്റാണ്, നമുക്കറിയാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? നമുക്ക് ചിന്തിച്ചാൽ അറിയാം. തേർഡ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന സിമ്പിൾ കാര്യമാണ്, നമ്മൾ പഠിച്ചതാണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ നടക്കുന്നത് അല്ലെ? വാക്കിംഗ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. സോ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ കാലുകൊണ്ട് അല്ലെ, നമ്മളുടെ ഒരു കാലുകൊണ്ട് നമ്മൾ ബാക്കിലൊക്കെ ഒരു ഫോഴ്സ് കൊടുക്കും. എവിടെ? ഗ്രൗണ്ടില്. ദാറ്റ് ഈസ് ആക്ഷൻ ഫോഴ്സ്. അപ്പൊ ആക്ഷൻ ഫോഴ്സ് നമ്മൾ കൊടുത്തത് എവിടെയാണ്? ഗ്രൗണ്ടിലാണ്. അപ്പൊ ഗ്രൗണ്ട് നോക്കി വെറുതെ ഇരിക്കും? ഇല്ല, ഗ്രൗണ്ട് എന്ത് ചെയ്യും? തിരിച്ച് അതേ ഈക്വൽ അല്ലെ മാഗ്നിറ്റ്യൂഡില് സെയിം ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് കാലിലേക്ക് തരും. സോ ആക്ഷൻ ഞാൻ കൊടുത്തത് ഗ്രൗണ്ടിലാണ്, റിയാക്ഷൻ എനിക്ക് വന്നത് എവിടെയാണ്? എന്റെ കാലിലാണ്. സോ ഡിഫറെന്റ് ബോഡീസിലാണ്, but in opposite direction ആണ്. So here we have option B is the right answer. Next question. A football and a stone has same mass. ഒരു ബോൾ ഉണ്ട്, ഒരു സ്റ്റോണിനും എന്താണ്? സെയിം മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനേഷ്യ റിലേറ്റഡ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബോത്ത് ഹാവ് സെയിം ഇനേഷ്യ ആണോ? അറിയില്ല, നോക്കാം അല്ലെ? ബോത്ത് ഹാവ് സെയിം മൊമെന്റം, ബോത്ത് ഹാവ് ഡിഫറെന്റ് ഇനേഷ്യ, ബോത്ത് ഹാവ് ഡിഫറെന്റ് മൊമെന്റം എന്നൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മൊമെന്റം നമുക്ക് കംപ്ലീറ്റ്ലി പറയണമെന്നുണ്ടെങ്കിൽ മൊമെന്റം എന്നത് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. മാസിനെ കുറിച്ചും വെലോസിറ്റിയെ കുറിച്ചും കൂടെ അവിടെ അറിയണം. ഇവിടെ വെലോസിറ്റിയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ മൊമെന്റത്തെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇനേഷ്യയെ കുറിച്ച് മാത്രമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനേഷ്യനെ മെഷർ ചെയ്യുന്ന മാസിനെ കുറിച്ച് അല്ലെ അറിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. മാസ് കൂടിയാൽ ഇനേഷ്യ കൂടും. മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനേഷ്യ. മാസ് കൂടിയാൽ ഇനേഷ്യ കൂടും അല്ലെ? മാസ് സെയിം ആണെങ്കിൽ ഇനേഷ്യ സെയിം ആണ്. സോ ബോത്ത് ഹാവ് സെയിം ഇനേഷ്യ, ബോത്ത് ഹാവ് സെയിം ഇനേഷ്യ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. സെറ്റ് ആണല്ലോ? സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ക്യാൻ ചേഞ്ച് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജെക്ട്, ക്യാൻ ചേഞ്ച് മൊമെന്റം ഓഫ് എൻ ഒബ്ജെക്ട്. പിന്നെന്താ? ബോത്ത് എ ആൻഡ് ബി കാൺ സേ അല്ലെ? നമുക്കറിയാം ഇത് രണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. ബോത്ത് എ ആൻഡ് ബി എന്ന് വേണം നമ്മൾ കൊടുക്കാൻ അല്ലെ? ഓഫ് കോഴ്സ് വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ബോഡി ഇങ്ങനെ വെള്ളം മൂവ് ചെയ്തോണ്ടിരിക്കും, നമ്മൾ തള്ളു കൊടുത്താൽ അത് സ്പീഡിൽ പോകും. ദാറ്റ് മീൻസ് വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ആൻഡ് മൊമെന്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അല്ലെ? നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഓഫ് കോഴ്സ് അവിടെ അല്ലെ ചേഞ്ച് വരുന്നു. ഫോഴ്സ് കൊടുക്കുമ്പോൾ വെലോസിറ്റി ചേഞ്ച് വരുന്നു, അപ്പൊ മൊമെന്റത്തിലും ചേഞ്ച് വരും. ഇനി അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അവർ റിലേറ്റഡ് ആണ് അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാണ്. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ആക്സിലറേഷൻ ആക്ട്സ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ഇതെന്തായാലും നിങ്ങൾ തെറ്റിക്കുമെന്ന് എനിക്കറിയാം. ഇത് നിങ്ങൾ ചിന്തിച്ചിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. ഇതെങ്ങനെ വന്നു എന്നുള്ള കാര്യം അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.